ഗൈസ് എനിക്ക് ഡേറ്റിങ്ങിനുള്ള സമയമായി, ഞാൻ പോവാ. എന്നിട്ട് അവനും പോകാൻ നോക്കുമ്പോഴാണ് ഇത് കണ്ടവന്മാരും എടാ നീ കോളേജിലേക്കുള്ള റിപ്പോർട്ട് തരുന്നില്ല എന്നിട്ട് അവന്മാരായിരിക്കും. അപ്പോഴാണ് അവനും തിരിച്ചോണ്ട് ഗൈസ് നിങ്ങളെ പോലെ ഫ്രണ്ട്സ് കിട്ടിയത് എന്റെ ഭാഗ്യ, രണ്ടുപേരും കൂടെ എന്റെ റിപ്പോർട്ട് ചെയ്തേക്ക്, ഞാൻ പോവാ. എന്നിട്ട് നൈസിന് അവൻ അവിടെ നിന്ന് പോകും. അതേസമയം സൈനയും അവളുടെ ഡിസൈൻ വർക്കായിട്ട് മറ്റവനായിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവന് കുറച്ച് ദിവസത്തിനുള്ളിൽ വിദേശത്ത് പോകുന്ന അറിയുന്നത്. അങ്ങനെ ഇത് കേട്ട് സൈനയും അവനോട് തന്നെ ചോദിക്കും നീ എന്തിനിപ്പം ഇവിടെ നിന്ന് പോകാൻ തീരുമാനം എടുത്ത. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് അവനും സൈന ഞാനിവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്ന്, ഇപ്പൊ എന്റെ പരിപാടിയെല്ലാം തീർന്നു, ഇനി ഞാൻ പഴയതുപോലെ വിദേശത്ത് തന്നെ പോവുക. എന്നിട്ട് അവനും പറഞ്ഞിട്ട് സൈന വീട്ടിലേക്ക് ചെന്ന് അവനെ കുറിച്ച് ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടെ ഒരു കോക്കനട്ട് ബോൾ കണ്ട് അവളൊരു പഴയ മെമ്മറി ഓർത്ത് നോക്കുന്നത്. അതായത് പണ്ട് തൊട്ട് ഇവർ തമ്മിൽ ചെറിയ സ്നേഹം ഉണ്ടായിരുന്നു, പക്ഷെ രണ്ടുപേരും ബിസിനസ്സുകാരായിട്ട് വേർപിരിഞ്ഞോടെ രണ്ടുപേരും തമ്മിൽ വലിയ കോൺടാക്ട് ഒന്നും കാണത്തില്ല. അങ്ങനെ ഇപ്പോഴാണ് നമ്മൾ സൈനയ്ക്ക് മനസ്സിലാകുന്നത് അവൾക്ക് ഇഷ്ടം അവനെയാണെന്ന്. അങ്ങനെ അതുകൊണ്ട് നേരെ കമ്പനി ചെന്ന് അവനോട് സംസാരിക്കാൻ വേണ്ടി പോകുമ്പോഴാണ് കറക്റ്റ് അതേ സമയം അവന്റെ അസിസ്റ്റന്റ് അവനെ ഹഗ് ചെയ്ത് കരഞ്ഞോണ്ടിരിക്കും. ഇത് കാണുന്ന സൈന അവനെ തെറ്റാക്കി മനസ്സിലാക്കിയിട്ട് അവനോട് വഴക്കുണ്ടാക്കും. നീ എല്ലാ പെമ്പിള്ളേരോടും ഇങ്ങനെയാണോ, എല്ലാവരോടും ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് സംസാരിച്ച് ഓരോരുത്തർ വളയ്ക്കാൻ നോക്കുമല്ലേ. എന്നിട്ട് അവള് ദേഷ്യപ്പെടുമ്പോഴാണ് അവനും സൈന ഞാൻ പറയുന്നേക്ക്, നീ വിചാരിച്ച പോലെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല. എന്നിട്ട് അവനും പറയാൻ വരുമ്പോഴാണ് ഇതേക്കാതെ സൈന ദേഷ്യത്തി അവനെ അടിച്ചിട്ട് അവിടെ നിന്ന് പോകും. അതേസമയം ഫെങ് അവൾ വിളിച്ചോണ്ട് അവളുടെ കൂടെ ഒരുമിച്ച് ബാറി പോകും. അപ്പോഴാണ് സൈനയും അവനോട് വിഷമിച്ചോണ്ട് ഫെങ് എനിക്ക് നീ മാത്രം മതി, നീ എന്റെ ക്യൂട്ട് ബോയ് ഫ്രണ്ട്. എന്നിട്ട് അവളും പറഞ്ഞോണ്ട് കുറെ ഡ്രിങ്ക്സ് അങ്ങ് അടിക്കും. ഇത് കണ്ടിട്ട് ഫെങ്ങും അവളെ കൊണ്ട് വീട്ടിലാക്കുമ്പോഴാണ് അവളും പറയുന്നത് ഫെങ് എനിക്ക് ഒരു കപ്പും കൂടെ ഡ്രിങ്ക്സ് ആണ്. എന്നിട്ട് അവൾ ഓവറായിട്ട് വയ്ക്കുമ്പോൾ ഇത് കണ്ടിട്ട് അവനും സൈന നീ ഇപ്പൊ നല്ലോണം കുടിച്ചേക്കുക, അത് ഈ ചൂടുവെള്ളം കൂടി. എന്നിട്ട് അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. അങ്ങനെ അതേ സമയം തന്നെ അവൻ തന്ന കോക്കനട്ട് ബോൾ കണ്ട ഉടനെ ഇവൾക്ക് ദേഷ്യം വരും. ഫെങ് ആദ്യം നീ എടുത്ത് പുറത്താളാ. എന്നിട്ട് അവൾ പറയുമ്പോഴാണ് അവനും ഇതോ സൈന ഇത് നിന്നെ എന്തോ ഇത്. എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് അവളും ബോധമില്ലാതെ ഇതെടുത്ത് കള, ഇതെനിക്ക് അവൻ തന്നെ, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. എന്നിട്ട് അവളും പറഞ്ഞോണ്ടേ ബോധമില്ലാതായി പോകും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം അവൾ താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അവിടെ ഫെങ് ഇരിക്കുന്നതാണെന്നത്. ഇത് കണ്ടിട്ട് അവളും ഓ ഫെങ് നീ എപ്പോഴും എവിടെ എത്തിയ. എന്നിട്ട് അവൾ ചോദിക്കുമ്പോഴാണ് ഇന്നലെ രാത്രി അവൾ ഫുൾ ഫിറ്റ് ആയതുകൊണ്ട് നമ്മുടെ ഫെങ് ഉണ്ടാക്കിയ കാര്യമെല്ലാം പറയും. അതിന്റെ കൂടെ തന്നെ അവളുടെ കോക്കനട്ട് ബോൾ പുറത്തേക്ക് എറിഞ്ഞെന്ന് പറഞ്ഞ ഉടനെ ഇത് കേട്ട് അവളും പെട്ടെന്ന് ധൃതിയോടെ അത് കണ്ടുപിടിക്കാൻ നോക്കും. അങ്ങനെ അവസാനം അത് കണ്ടുപിടിക്കുമ്പോഴാണ് അവൾക്ക് സമാധാനം വരുന്നത്. അതേസമയം ഇതൊക്കെ ബാക്കിൽ നിന്നാണ് നമ്മുടെ ഫെങ്ങിന് മനസ്സിലാവും അവൾക്ക് മറ്റവനെ ഇഷ്ടമെന്ന്. അതുകൊണ്ട് അവനും ചെറുതായിട്ട് വിഷമിക്കാൻ തുടങ്ങും. അതേസമയം നമ്മുടെ ഷാൻഷയുടെ കട ഫേമസ് ആയി അവിടുത്തെ ചെറിയ ചെറിയ TV ചാനൽസ് ഒക്കെ വന്ന് അവളുടെ കടയൊക്കെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് അറിയാതെ നമ്മുടെ ഹൂവ ഇത് കണ്ടുവന്നത്. അങ്ങനെ അവൻ ആ വീഡിയോ കണ്ടിട്ട് ഓ ഷാൻഷായി ഇവിടെ ഉണ്ടായിരുന്ന നീ, ഇപ്പൊ വരാം. എന്നിട്ട് അവന് ഷാൻഷയെ കണ്ടുപിടിച്ച ഉടനെ നേരെ മിങ്ങിനോടൊന്ന് പറയും എടാ ഷാൻഷ ഇപ്പൊ എവിടെന്ന് എനിക്കറിയാം, അവൾ സ്വന്തമായിട്ട് ഒരു കടയൊക്കെ വെച്ച് സെറ്റിൽ ആയിരിക്കുക. ഇതിന് അവനും പറയുമ്പോഴാണ് മിങ്ങും അതിനിപ്പോ ഞാൻ എന്താണ് അവളെ കടയോ എന്താണെങ്കിലും വെക്കട്ടെ, ഞാൻ വിചാരിച്ചു അവൾ ആരാണ് കിഡ്നാപ്പ് ചെയ്താണെന്ന്, അതൊന്നല്ലായിരുന്നു. എന്നിട്ട് അവനും മൈൻഡ് ചെയ്യാതിരിക്കും. അപ്പോഴാണ് ഹുവയും എടാ മിങ് അപ്പൊ നീ അവളെ പോയി വിളിച്ചോണ്ടിരുന്നില്ല, എപ്പോഴാ പോന്നെ. എന്നിട്ട് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും ദേഷ്യത്തി എടാ ഹുവ ഞാൻ പറയുന്നത് മനസ്സിലായിക്കോ, ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു ബന്ധമില്ല, അവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി, അതുകൊണ്ട് എന്റെ ലൈഫിൽ ഇനി അവൾക്ക് സ്ഥാനമില്ല. എന്നിട്ട് അവനും ദേഷ്യത്തി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. അതേപോലെ തന്നെ ഫെങ്ങും സൈനയും കൂടെ പുറത്തൊരു ഷോ കാണാൻ വരുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ അവരുടെ ഫീലിംഗ്സിനെ കുറിച്ച് മനസ്സിലാക്കി വിഷമിച്ചുകൊണ്ടിരിക്കും. അതായത് സൈനയും ഇതിനുമ്പ് നമ്മുടെ ഫെങ്ങിനെ കിസ് ചെയ്ത് അവന്റെ മനസ്സിൽ തെറ്റിദ്ധാരണ വരുത്തിയതുകൊണ്ട് അവനെ കുറിച്ച് ഫീൽ ചെയ്തോണ്ടിരിക്കും. അതേസമയം നമ്മുടെ ഫെങ്ങും അവന് സൈനയോട് ഇത്ര സ്നേഹം ഉണ്ടായിട്ടും അവൾക്ക് ഇവന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് അവൻ വിഷമിച്ച് കരഞ്ഞോണ്ടിരിക്കും. അതിനുശേഷം മൂഡ് മാറ്റാൻ വേണ്ടി അവനും പുറത്തേക്ക് പോയിട്ട് പറയും ആ സൈന കരയുമ്പോൾ നിന്നെ കാണാൻ ക്യൂട്ടാണല്ലേ. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും ഫെങ് നീ എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് ആയിട്ട് സംസാരിക്കത്തുള്ളൂ. എന്നിട്ട് അവൾ ചോദിക്കും. അപ്പോഴാണ് അവനും തിരിച്ചോണ്ട് സൈന എനിക്ക് നിന്നെ ഇഷ്ടം, അതുകൊണ്ട് നിന്റെ ഇഷ്ടമാണ് എന്റെ സന്തോഷം. എന്നിട്ട് അവനും പറഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ അവൾക്ക് ഇഷ്ടമുള്ള പൈന കാണാൻ വേണ്ടി പോകും. എന്നിട്ട് സൈനി അവനും ചേർക്കാൻ വേണ്ടി അവനും കുറെ പറഞ്ഞു നോക്കും എടാ സൈനിക്ക് നിന്നെ ഇഷ്ടം, നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം അറിയത്തില്ല, പക്ഷെ നീ കാരണം അവളിപ്പോ വിഷമിച്ചോണ്ടിരിക്കുക, അതുകൊണ്ട് പെട്ടെന്ന് അവളോട് സംസാരിച്ച് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമെല്ലാം സോൾവ് ചെയ്യും. എന്നിട്ട് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് മറ്റവനും ഫെങ് എന്നെ കൊണ്ട് ഇപ്പൊ അവളോട് സംസാരിക്കാൻ പറ്റത്തില്ല, കാരണം ഞങ്ങളിപ്പോ ഉടക്കിയിരിക്കുക, ഒരു ദിവസം ഞാൻ സംസാരിക്കാൻ പോയ പോലും അവളത് കേൾക്കാൻ വഴിയില്ല, അതുകൊണ്ട് നീ എനിക്ക് സഹായം ചെയ്യുക, ഈ ഡിസൈൻ വർക്ക് നീ അവളുടെ കൊടുത്തേക്ക്, പോരാതെ ഞാൻ നാളെ വിദേശത്ത് പോകുമ്പോൾ നീ അവളെ നന്നായി നോക്കിക്കോ എന്നിങ്ങനെ ഫെങ്ങിനെ പറഞ്ഞേക്കും. അതേസമയം തന്നെ നമ്മുടെ മിങ് ഷാൻഷയെ വിളിക്കാൻ പോകത്തുണ്ട്. നേരെ ഷാൻഷയെ കാണാൻ തന്നെ നമ്മുടെ ഹുവ പോവും. അങ്ങനെ ഇവനെ കണ്ട് അവൾ ഷോക്കായിരിക്കുമ്പോഴാണ് ഹുവ അവളുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവൾക്കൊരു വലിയ പാരം വെച്ചു കൊടുക്കും. ഷാൻഷായി കോളേജിൽ ടീച്ചർ നിന്നെ അന്വേഷിച്ച് നാളെ തൊട്ട് ക്ലാസ് തുടങ്ങുമെന്ന് വരുന്നില്ല. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അവളുടെ അമ്മയച്ചനും കൂടെ ഷാൻഷയെ പോകാൻ പറയും. അങ്ങനെ അത് കാരണം ഷാൻഷ വേറെ വഴിയില്ലാതെ ദേഷ്യപ്പെട്ട് നമ്മുടെ ഹുവയെ നോക്കിയിട്ട് എടാ എനിക്ക് നീ പണി വച്ചല്ല എന്നിന് അവളും നമ്മുടെ ഹുവയുടെ കൂടെ തന്നെ തിരിച്ച് നാട്ടിലേക്ക് അങ്ങ് വരും. അതേസമയം നമ്മുടെ മിങ്ങും ഷാൻഷയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് അവ മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കും ഷാൻഷായി നീ എന്നെ വിട്ടിട്ട് പോയ എന്നിനെ എപ്പോഴും അവളെ കുറിച്ച് ഇങ്ങനെ ഓർത്തോണ്ടിരിക്കും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം ഷാൻഷയെ വിളിച്ചോണ്ട് നമ്മുടെ ഹുവ ഒരു പുതിയ വീട്ടിലേക്ക് വരും. കാരണം ഷാൻഷയ്ക്ക് താമസിക്കാൻ ഇപ്പൊ ഒരു വീടില്ല. അങ്ങനെ അവൾ വന്ന കാര്യം അറിഞ്ഞ് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്നു ചേരുമ്പോഴാണ് ഈ മൊമെന്റ് ഓർമ്മ വയ്ക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ഫോട്ടോ എടുത്ത് നെറ്റിനകത്ത് പോസ്റ്റ് ചെയ്യും. അതേസമയം ഷാൻഷ അതിനകത്ത് താങ്ക്സ് ടു ഹുവ എന്ന് പറഞ്ഞ് അതിനകത്ത് മെൻഷൻ ചെയ്യുമ്പോഴാണ് ഈ പോസ്റ്റ് ഉണ്ട് നമ്മുടെ മിങ്ങും ദേശത്തി എന്തുവാ താങ്ക്സ് ടു ഹുവ എന്നിന് അവനെ വിളിക്കാത്തത് ഈ കട്ട കലിപ്പിരിക്കും. അതിനുശേഷം നമ്മുടെ ഫെങ്ങും സൈനയെ വിളിച്ചുകൊണ്ടുപോയി അവർ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ നോക്കും. സൈന എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ തമ്മിലുള്ള റിലേഷൻ ഇവിടെ വെച്ച് നമുക്ക് അവസാനിക്കാം, അതായിരിക്കും നിനക്ക് നല്ലത് എന്നിന് അവനും പറയുമ്പം അവള് ഷോക്കായി നോക്കും. അപ്പോഴാണ് അവനും സൈന എനിക്കറിയാം നിനക്ക് അവനെ ഇഷ്ടമാണ്, നിങ്ങളുടെ അവിടെ ഞാൻ ഇരുന്ന് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വിചാരിക്കുന്നില്ല, കാരണം എനിക്ക് എപ്പോഴും നിന്റെ ഫേസിലെ സന്തോഷമാണ് വലുത്,
അത് നിനക്കിപ്പോൾ നഷ്ടപ്പെട്ടു പോയി. എന്നിട്ട് ഇവരുടെ ഡ്രിങ്ക്സ് ഓർഡർ ചെയ്യുമ്പോഴാണ് ഇവരുടെ സംസാരം കേട്ട ആ വെയിറ്ററും സാർ ഞാൻ നിങ്ങളോട് ഡ്രിങ്ക്സ് ചെയ്യട്ടെ, കാരണം ഇനി നിങ്ങൾ രണ്ടുപേരോട് വരാൻ പോകുന്നില്ലല്ലോ. എന്നിട്ട് ഇവർ മൂന്നുപേരും കൂടെ ഒരുമിച്ച് നിന്ന് ഡ്രിങ്ക്സ് അടിക്കും. അതിനുശേഷം ഫെങ്ങും സൈനയെ വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവൻ അവളോട് പറയുന്നത് സൈന നിനക്ക് വേണ്ടി സർപ്രൈസ് ഉണ്ട്. എന്നിട്ട് അവളെ വിളിച്ചോണ്ടായി ഒരു വലിയ മരം വെച്ചുണ്ടാക്കിയ ഒരു ഡിസൈൻ കാണിക്കും. ഇത് കണ്ട് അവൾ സ്തംഭിച്ചിരിക്കുമ്പോഴാണ് അവനും സൈന അവൻ എന്നോട് തരാൻ പറഞ്ഞ ഡിസൈന് പോരാതെ നിനക്ക് എങ്ങനത്തെ ഡിസൈൻ ഇഷ്ടമെന്ന് അവനെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ പരസ്പരം നല്ലോണം മനസ്സിലാക്കി സന്തോഷമായിട്ട് ജീവിക്കണമെന്ന്. അവനിപ്പം വിദേശത്ത് പോവുക, ഇപ്പം നിനക്ക് എയർപോർട്ടിൽ ചെന്ന് അവനെ തടയാൻ സാധിക്കും. ഇതിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് അവളും വിഷമിച്ചോണ്ട് ഫെങ് നിന്നെ കൊണ്ട് എങ്ങനെ ഇങ്ങനെ അഭിനയിക്കാൻ സാധിക്കുന്നത്. എന്നിന് അവളും ചോദിക്കുമ്പോഴാണ് അവനും സൈന ഞാൻ അഭിനയിക്കുമല്ല, സത്യത്തിൽ ഇനി നിന്നെ ഇഷ്ട, അതുകൊണ്ട് നിന്റെ സന്തോഷം എനിക്ക് വലുത്, നീ അവന്റെ കൂടെ തന്നെ പോയിക്കോ, അവൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. എന്നിന് അവനും പറഞ്ഞോടെ ഇത് കേട്ട് സൈന്യം കരഞ്ഞോണ്ട് നേരെ അവനെ കാണാൻ വേണ്ടി പോകും. അപ്പോഴാണ് എയർപോർട്ടിൽ അവൻ ഇല്ലാത്തതുകൊണ്ട് അവളെ വിഷമിച്ചിരിക്കുമ്പോൾ ബാക്കിൽ കൂടെ അവനും വന്നിട്ട് സൈന നീ എന്നെ അന്വേഷിച്ചാണ് ഇവിടെ കൊന്ന്. എന്നിന് അവൻ ചോദിക്കും. ഇത് കേട്ട് അവളെ വിഷമിച്ചോണ്ട് നീ ഇതുവരെ പോയില്ലേ. ഇതിന് അവള് ഫീൽ ചെയ്ത് ചോദിക്കുമ്പോഴാണ് അവനും ഇല്ല എനിക്കറിയാം നീ എനിക്ക് വേണ്ടി ഇവിടെ വരുമെന്ന്, കാരണം ഞാൻ നിന്നെ അത്രയ്ക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിന് അവനും കൈ 2 ടിക്കറ്റ് എടുത്ത് കാണിക്കും. ഇത് കണ്ട് അവള് സന്തോഷപ്പെട്ടുണ്ട്. ഓ അപ്പൊ ഞാൻ നിന്റെ കൂടെ വരുന്ന് നീ മുമ്പേ ഉറപ്പിച്ചോ. എന്നിന് അവള് ഹാപ്പിയോടെ അവനെ ഹഗ് ചെയ്ത് ഇവരുടെയും കൂടെ സെറ്റ് ആവും. അതേസമയം നമ്മുടെ യാങ് ഫെങ്ങിനെ വിളിച്ചിട്ട് എടാ ഫെങ് എവിടാടെ ഇപ്പം ഡേറ്റിംഗിലാണോ. എന്നിന് അവൻ ചോദിക്കും. ഇത് കേട്ട് അവനും ഇല്ലടാ എല്ലാം അവസാനിച്ച് അവള് പോയി. എന്നിന് അവന് വിഷമിച്ച് പറയുമ്പോഴാണ് ഇത് കേട്ട് ഞാനും എടാ വിഷമിക്കാറാ അവള് പോയെങ്കിൽ എന്ത്, നിനക്ക് ഞങ്ങളൊക്കെ ഇല്ല, നീ നേരെ വീട്ടിലേക്കോ. എന്നിന് അവനും പറയുമ്പോഴാണ് ഇത് കേട്ട് ഫെങ്ങും ആര് വിഷമിക്കുന്നു, ഞാൻ എഫറാടാ, അത്രയ്ക്ക് എളുപ്പത്തിലൊന്നും മനസ്സ് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഏതിന് അവനോട് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് ഫെങ് സൈനെ ഓർത്ത് വല്ലാതെ വിഷമിച്ച് കരയും. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം എഫറെല്ലാരും കൂടെ ക്ലാസ്സിലേക്ക് പോകുമ്പോഴാണ് അവിടെ ഷാൻഷായ് ലീ ആയിട്ട് വന്നോണ്ടിരിക്കും. അങ്ങനെ മിങ് വരുന്നുണ്ട്, ഷാൻഷയും സൈഡിൽ ചെന്ന് ഒളിഞ്ഞിരിക്കും. അതുകൊണ്ട് നമ്മുടെ മിങ് അവളെ മൈൻഡ് ചെയ്യാതെ അവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഹുവയും മിങ്ങിന് ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് സ്കൂളിന്റെ മുകളിലേക്ക് വിളിക്കുമ്പോഴാണ് അവനും ചോദിക്കുന്നത് എടാ മിങ് നിനക്ക് ഷാൻഷയെ ഇഷ്ടമാണോ, നിനക്ക് ഇപ്പോഴും അവളോട് സ്നേഹമുണ്ടോ. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും എടാ ഹുവ ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞല്ലേ ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്തെന്ന്, പിന്നെ തന്നെ ഇത് വീണ്ടും ചോദിക്കുന്നത്. എന്നിന് അവനും ചൂടാകുമ്പോഴാണ് ഇത് കേട്ട് ഹുവയും എങ്കിൽ ശരി എനിക്ക് നിന്നോടൊരു കാര്യം ക്ലിയർ ചെയ്യാനുണ്ട്, ഷാൻഷ ഇങ്ങനെ മൂഡ് അപ്സെറ്റ് ആയിരിക്കുന്ന കാണാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അവളുടെ ഫേസിലെ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഒഫീഷ്യലായിട്ട് അവൾ പ്രപ്പോസ് ചെയ്യാൻ പോവുക, നിനക്കത് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട് മിങ്ങും ദേഷ്യത്തി എനിക്കെന്തോ കുഴപ്പം, നീ അവളെ പ്രപ്പോസ് ചെയ്ത് എന്തുവേണം ചെയ്തോ. എന്നിന് അവനും ദേഷ്യം നടന്നു പോകുമ്പോഴാണ് ഹുവയും ബാക്ക് ഇരുന്നുണ്ട് എടാ മിങ് ഒരു ഫ്രണ്ടായിട്ട് നിന്നെ വിഷ്വലും ചെയ്യത്തില്ല, അല്ലെങ്കിൽ എന്നെ അടിച്ചിട്ടെങ്കിലും പോടാ. എന്നിന് അവനും പറയുമ്പോൾ മിങ്ങും തിരിച്ചെന്ന് പറയാതെ ദേഷ്യത്തെ അവിടെ നിന്ന് പോകും. എന്നിട്ട് അവൻ നേരെ കാണാൻ വന്ന ഷാൻഷയാണ്. അവൻ അവളെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോഴാണ് മിങ് ഒന്നും പറയാൻ സൈലന്റ് ആയിട്ട് നിൽക്കും. അപ്പോഴാണ് അവളും മിങ് നീ ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകും. എന്നിന് അവളും പറയുമ്പോഴാണ് പെട്ടെന്ന് അവനും പറയാൻ തുടങ്ങുന്നത് ഷാൻഷായ് നീ എന്നെ വിട്ടിട്ട് പോയതിനു ശേഷം അവിടെ എല്ലാം കഷ്ടപ്പെട്ടോ, കൂടാതെ എന്നെ കുറിച്ചെല്ലാം ഓർത്തായിരുന്നു. എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് ഇത് കേട്ട അവളും നിന്നെ കുറിച്ച് ഞാൻ നിന്നെ ഓർക്കുന്നത്, ഞാൻ അവിടെ എന്റെ ഫാമിലി ആയിട്ട് സന്തോഷമായിട്ട് ഫിഷിംഗ് ഒക്കെ ചെയ്ത് നിന്നെ കുറിച്ച് ഒരു സെക്കൻഡ് പോലും ഞാൻ ഓർത്തില്ല. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ട് അവനും ദേഷ്യത്തി എങ്കിൽ ശരി ഞാൻ പോവാ ഇത് വഹിക്കാൻ വേണ്ടിയാണ്. എന്നിന് അവനും പോകുമ്പോഴാണ് ഷാൻഷ അവനെ പറഞ്ഞിട്ട് മിങ് നീ എനിക്ക് തന്ന ഈ നെക്ലസും കൂടെ കൊണ്ടുപോയിക്കോ, ഇനി എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. എന്നിന് അവളും പറയുമ്പോഴാണ് ഇത് കേട്ടോടെ നമ്മുടെ മിങ് മൊത്തത്തിൽ തകർന്നു പോയി ആ നെക്ലസ് എടുത്ത് ദൂരേക്ക് വലിച്ചെറിയും. അതിനുശേഷം മിങ് അവിടെ നിന്ന് പോകുമ്പോഴാണ് ഷാൻഷ മൊത്തത്തിൽ ഷോക്കായി അവൾ പെട്ടെന്ന് ആ നെക്ലസ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകും. എന്നിട്ട് അവളും കരഞ്ഞോണ്ട് മിങ് എന്റെ ഫ്രണ്ട്സിന് നല്ലതിന് വേണ്ടിയല്ല ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്ത, അതിന് ഞാൻ ഇത്രയും കഷ്ടപ്പെടണോ, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായ ഈ നെക്ലസ് എനിക്ക് എത്രയും വലുതാണ്. എന്നിട്ട് അവളും കരഞ്ഞോണ്ട് നെക്ലസ് തപ്പുമ്പോഴാണ് കറക്റ്റ് അതേ സമയം ഇവളിങ്ങനെ വെള്ളത്തിൽ തപ്പുന്നുണ്ട്, അവിടേക്ക് നമ്മുടെ ഹുവ വരും. അപ്പോഴാണ് അവളും കരഞ്ഞോണ്ട് ഹുവ എന്റെ ഒരു നെക്ലസ് കളഞ്ഞു നീ ഒന്ന് എടുക്കാൻ സഹായിക്കോ. എന്നിട്ട് അവനെയും കൂടി ചേർത്ത് ഇവരുടെയും തപ്പുമ്പോഴാണ് അവസാനം നെക്ലസ് കിട്ടുന്നത്. അതിനുശേഷം അവളും വിഷമിച്ച് കരയുമ്പോഴാണ് ഇത് കണ്ടിട്ട് ഹുവ അവളെ സമ്മാനപ്പെടുത്തും. അതേസമയം നമ്മുടെ മിങ്ങും ക്ലബിലേക്ക് പോയിട്ട് അവൻ വിഷമത്തിൽ കുറെ ഡ്രിങ്ക്സ് അടിച്ചോണ്ടിരിക്കും. എന്നിട്ട് അവനും അവന്മാർ രണ്ടുപേരോടും പറയും എടാ ഞാനിപ്പോ എന്തിനാ ഇത്രയും കുടിക്കുന്നറിയാ, ഹുവനോടെന്ന് പറഞ്ഞ് അവൻ ഷാൻഷയെ സെറ്റ് ചെയ്യാൻ പോവാന്ന്, അവരുടെ സന്തോഷമായിട്ട് ഡേറ്റ് ചെയ്യാൻ വേണ്ടി അവൻ എന്നെ വിഷയം ചോദിച്ചു, അതാ ഞാൻ സന്തോഷത്തിരിക്കുന്നത്. എന്നിട്ട് അവനും പറഞ്ഞ് ഡ്രിങ്ക്സ് അടിക്കുമ്പോഴാണ് ഇത് കേട്ട് ഇവന്മാർ രണ്ടുപേരും കൂടെ എടാ ഈ ഹുവ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, അവൻ വീണ്ടും മിങ്ങിനോട് അടിയുണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. എന്നിട്ട് അമ്മ രണ്ടുപേരും സംസാരിക്കുമ്പോഴാണ് മിങ്ങും പറയുന്നത് എടാ ഷാൻഷയും ഹുവയും നല്ല ചേർച്ചയല്ലേ. എന്നിട്ട് അവനും പറഞ്ഞോണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പൊട്ടിക്കരയാൻ തുടങ്ങും. അങ്ങനെ അതോടെ നമ്മളോട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.